ആറന്മുള വിമാനത്താവളത്തിന് എന്ന പേരിൽ മിച്ചഭൂമിയിൽ ഡ്രോൺ പരിശോധന നടത്തിയതിന് എബ്രഹാം കലമണ്ണിലിനെതിരെ നടപടിക്ക് സാധ്യത. രണ്ടാമതും ഡ്രോൺ പരിശോധന നടത്തുമെന്നാണ് എബ്രഹാം കലമണ്ണിലിന്റെ വാദം. പരിശോധനയ്ക്ക് അനുമതി നൽകില്ലെന്ന് ജില്ലാ ഭരണകൂടം വിശദീകരിച്ചു. നിതിൻ തോമസ് ഉണ്ട് വിവരങ്ങളുമായി. നിതിൻ തോമസ്, വീണ്ടും ഈ അനുമതി നൽകിയില്ലെങ്കിൽ പോലും പരിശോധന നടത്തുമെന്നാണല്ലോ പറയുന്നത്. എന്താണ് നടപടി ഉണ്ടാവുക ഇയാൾക്കെതിരെ? ഈ ആദ്യഘട്ട ഡ്രോൺ പരിശോധന നടത്തിയ സമയത്ത് വീണ്ടും ഒരു സർവേ കൂടെ നടത്തുമെന്നാണ് എബ്രഹാം കലമണ്ണിൽ പറഞ്ഞിരുന്നത്. എന്നാൽ ഈ ജില്ലാ ഭരണകൂടം ഇന്നലെ ജില്ലാ കളക്ടറുമായിട്ട് സംസാരിച്ചപ്പോൾ നമുക്ക് അറിയാൻ സാധിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്, ഈ മിച്ചഭൂമിയുമായി ബന്ധപ്പെട്ട് കേസിൽ കിടക്കുന്ന സർക്കാർ മിച്ചഭൂമിയാണ് ഈ നിലവിലെ ആറന്മുള വിമാനത്താവള പദ്ധതിക്കായിട്ട് കണ്ടെത്തിയിരിക്കുന്ന സ്ഥലങ്ങളൊക്കെ തന്നെ. അതുകൊണ്ട് തന്നെ ഇനി വീണ്ടും പരിശോധന അവിടെ നടക്കില്ല, അല്ലെങ്കിൽ അതിന് ഒരു പരിശോധനയ്ക്ക് വേണ്ടിയിട്ട് അനുമതി തേടിയാൽ അതിന് അനുമതി നൽകില്ല എന്ന് തന്നെയാണ് ജില്ലാ കളക്ടറുടെ ഭാഗത്തു നിന്ന് നമുക്ക് അറിയാൻ സാധിച്ചത്. അതുപോലെ തന്നെ ജില്ലാ കളക്ടർ കോഴഞ്ചേരി തഹസീൽദാരോട് വിവരങ്ങൾ അന്വേഷിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് നിങ്ങൾ അനുമതി നൽകിയിട്ടാണോ ഇത്തരത്തിലൊരു പരിശോധന സർക്കാർ വക മിച്ചഭൂമിയിൽ നടത്തിയത് എന്നുള്ള കാര്യത്തിൽ ഒരു എൻക്വയറി ജില്ലാ കളക്ടറുടെ ഭാഗത്തു നിന്നും കോഴഞ്ചേരി തഹസീൽദാരോട് അന്വേഷണം നടത്തിയിട്ടുണ്ട്. എന്തായാലും റവന്യൂ വകുപ്പിന്റെ കണ്ണിൽ ഇതൊരു നിയമവിരുദ്ധ പ്രവർത്തനം തന്നെയാണ് എബ്രഹാം കലമണ്ണിൽ നടത്തിയിരിക്കുന്നത്. അതിനെതിരെ കൃത്യമായി അന്വേഷിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ തന്നെയാണ് ജില്ലാ ഭരണകൂടത്തിന്റെ തീരുമാനം. എന്നാൽ വീണ്ടും ഒരു സർവേ നടത്തുമെന്നായിരുന്നു എബ്രഹാം കലമണ്ണിൽ പറഞ്ഞത്. ഇനി ഇത്തരത്തിൽ ജില്ലാ ഭരണകൂടത്തെയൊക്കെ വെല്ലുവിളിച്ച് അദ്ദേഹം മുന്നോട്ട് പോകുമോ എന്നുള്ള കാര്യത്തിൽ വ്യക്തത വന്നിട്ടില്ല. എന്തായാലും എബ്രഹാം കലമണ്ണിൽ ആദ്യം മുതലേ പറയുന്ന ഒരു കാര്യമുണ്ട്, തന്റെ കോളേജിന്റെ എയർ സ്ട്രിപ്പ് നിർമ്മിക്കാൻ വേണ്ടിയിട്ട്. അദ്ദേഹത്തിനൊരു സ്വകാര്യ കോളേജ് ഉണ്ട്, എഞ്ചിനീയറിംഗ് കോളേജ് ഉണ്ട്. ആ കോളേജിൽ എയറോനോട്ടിക്സ് കോഴ്സ് പഠിപ്പിക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ട് ഒരു എയർ സ്ട്രിപ്പ് നിർമ്മിക്കാൻ എന്ന വ്യാജേനയാണ് ഇദ്ദേഹം 232 ഏക്കർ സ്ഥലം ആറന്മുളയിൽ പുഞ്ചപ്പാടമാണ്, 232 ഏക്കർ പുഞ്ചപ്പാടം അവിടെ വാങ്ങിക്കൂട്ടിയത്. എന്നാൽ ഒരു സ്വകാര്യ വ്യക്തിക്ക് ഇത്രയധികം പുഞ്ചപ്പാടം ഒരുമിച്ച് വാങ്ങാൻ കഴിയില്ല എന്ന് ചൂണ്ടിക്കാട്ടിയാണ് കോടതിയിൽ ഇതിപ്പം സർക്കാരിന്റെ മിച്ചഭൂമി ആണ് എന്നുള്ള രീതിയിൽ കേസ് നടക്കുന്നത്. എന്തായാലും ഇതിനൊക്കെ ഒരു തീർപ്പുണ്ടാകാതെ ജില്ലാ ഭരണകൂടത്തെയൊക്കെ വെല്ലുവിളിച്ച് ഇദ്ദേഹം മുന്നോട്ട് പോകുമോ എന്ന് നോക്കി കാണേണ്ടിയിരിക്കുന്നു. ശരി, നിതിൻ തോമസ് ആണ് വിവരങ്ങൾ പങ്കുവച്ചത്.